VP മുസ്തഫ, അതായത് ഒരു അത്ഭുതമില്ല എന്നാണ് വിജയരാഘവൻ തന്നെ പറഞ്ഞത്. നിലവിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത് മാറി ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP തന്നെയായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആരാണ് MP എന്നറിയാനാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ആ എക്സ്പ്രസ് വാർത്തയെ കാണുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അത് വിജയരാഘവൻ പറഞ്ഞതുപോലെ അത്ഭുതമുള്ള ഒന്നുമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിനാണ് BJPയുമായിട്ടുള്ള ഈ വോട്ട് കച്ചവടത്തിന്റെയും കാലുമാറ്റത്തിന്റെയും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അനുഭവങ്ങളുള്ളത്. അവിടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്രത്തിലെ BJPയുടെ അധികാരാരോഹണത്തിന് ശേഷം അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലത്തിലുള്ള മണി പവറും മസിൽ പവറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വൻതോതിൽ ആളുകളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് പൊതുവെ ഒരു റിവേഴ്സ് ആക്ഷൻ ഉണ്ട്. ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി നേരിട്ടു, അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ട്. ഇപ്പൊ ഹരിയാനയിലൊക്കെ നമ്മൾ കാണുന്നത് അതാണല്ലോ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അവിടെ BJPയിൽ നിന്നാണ് വൻതോതിലുള്ള കൂറുമാറ്റം ഉണ്ടാകുന്നത്. ജമ്മു കാശ്മീരിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നതോടെ BJPയുടെ അവിടുത്തെ പ്രാമാണികരായ പഴയകാല നേതാക്കൾ, പണ്ടത്തെ RSS ബാക്ക്ഗ്രൗണ്ടുള്ള BJP നേതാക്കൾ ഉൾപ്പെടെ BJP വിട്ടുപോരുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇപ്പോഴും ഇവിടുത്തെ കോൺഗ്രസ് BJPയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത്. 91-ൽ ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി BJPക്ക് അംഗീകാരം നൽകുന്ന വിധത്തിൽ കോലീബി സഖ്യം രൂപപ്പെട്ടത്. പഴയ വടകരയും ബേപ്പൂരും ആളുകളുടെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആളുകളുടെ എല്ലാം ഓർമ്മയിലുള്ള ഒരു 91-ലെ കാര്യം അല്ല, നമ്മുടെ 2024 കിടക്കുകയാണ് തൃശ്ശൂരിൽ BJP ജയിപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. നേരത്തെ ഈ പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു അല്പം ഉളുപ്പുണ്ടായിരുന്നു. ഉളുപ്പ് എന്ന് പറയുന്നത് അങ്ങനെ BJPയിലേക്ക് നേരിട്ട് പോകുക തെളിഞ്ഞുള്ള പരിപാടികളായിരുന്നു. ഇപ്പൊ തെളിയുകയാണ്. അങ്ങനെ ഒരു മര്യാദയുടെയും മാന്യതയുടെയും രീതിയൊന്നും വേണ്ട, RSSലേക്ക് നിർബാധം സധൈര്യം പോവുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ആ വസ്തുതയിലേക്കാണ് ഞാൻ വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് പൊതുവെ നമ്മൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നതിനെ നേരത്തെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രാജ്യത്ത് ആകെ ഒരു റിവേഴ്സ് ആക്ഷൻ വരുന്നു. ആ റിവേഴ്സ് ആക്ഷൻ വരുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് ഈ BJP ബന്ധത്തിൽ തന്നെയാണ് വലിയ അഭിവാഞ്ഛയുള്ളത്. അത് പക്ഷേ പുതിയ ഒന്നല്ല. അതുകൊണ്ടാണ് വിജയരാഘവൻ പറഞ്ഞത് ഇതിൽ ഒരു അത്ഭുതവുമില്ല കേരളത്തിൽ. കാരണം 91 തൊട്ട് ഇന്ത്യയിൽ ആദ്യത്തെ BJPയുമായിട്ടുള്ള കച്ചവടം തുടങ്ങിയ കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ്. അവരിപ്പോഴും അത് നിർബാധം തുടരുന്നതാണ്. തൃശ്ശൂരിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ടത്. നേമത്ത് ഈ കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയമുണ്ടായത് 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമം അസംബ്ലി മണ്ഡലത്തിലാണല്ലോ. അവിടെയും നമ്മൾ കണ്ടതാണല്ലോ ഈ വോട്ട് കച്ചവടം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കോൺഗ്രസ് ആണ് BJPയെ ജയിപ്പിച്ചുവിടുന്നത് എന്നുള്ളത്. അത് ഏറ്റവും ഒടുവിൽ ഇവിടെ BJP കോൺഗ്രസിന്റെ കേരളത്തിലെ ഈ 960-കൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ, ശ്രീ K കരുണാകരന്റെയും മറ്റൊന്ന് ശ്രീ KK ആന്റണിയും, അതിനെ ആശ്രയിച്ചിട്ടാണല്ലോ, ആ 2 ബിംബങ്ങളെ ആശ്രയിച്ചിട്ടാണല്ലോ കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായിട്ട് ജീവിച്ചു പോരുന്നത്. ആ 2 നേതാക്കളുടെയും 2 മക്കൾ BJPയിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പോയിട്ട്. അപ്പൊ അങ്ങനെ അടിയുറച്ച BJP ബാന്ധവമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. അത് മറച്ചു വെക്കാനുള്ള ചില ജൽപ്പനങ്ങൾ ഇപ്പോ ഈ ADGPയുടെ സന്ദർശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്നല്ലാതെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ തെളിയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ താങ്കൾ പറഞ്ഞ ഈ വിഷയമാണ്. ഇപ്പൊ ADGP കഴിഞ്ഞ ദിവസം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചതാണ്. ADGP VD സതീശൻ അടക്കം പറഞ്ഞാണ് ADGP ദല്ലാളായി RSSുമായി സംസാരിച്ചു, അങ്ങനെ തൃശ്ശൂരിൽ ഇവിടെ BJPയെ ജയിപ്പിച്ചെടുത്തു എന്നുള്ളത്. ഈ ജനത്തിന് മനസ്സിലാകുന്നുണ്ടല്ലോ അവിടെ ആരുടെ വോട്ടാണ് കുറഞ്ഞത്, ആരുടെ വോട്ടാണ് കൂടിയതെന്നുള്ളത് കൃത്യമായി അറിയാം. പക്ഷേ ഇങ്ങനെ നിരന്തരം ജനങ്ങളെ പറ്റിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ഇതിപ്പോൾ CPMന്റെ ചുമലിൽ ചാരിക്കൊണ്ടുവയ്ക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടെയാണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെ അവരെങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് കണ്ടിപ്പോൾ ഹസൻ്റെതായ പ്രസ്താവന വന്നിരിക്കുന്നു. കേരളത്തിൽ ഒരു MPയും പോകില്ല എന്നുള്ള അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്മജ അടക്കമുള്ളവർ പോവുകയും ചെയ്തത്. ഇനിയും ഇന്ന് പത്മജ പറഞ്ഞത് നിരവധി പേർ ഇനിയും കോൺഗ്രസിലേക്ക് BJPയിലേക്ക് വരാനുണ്ട് എന്ന് തന്നെയാണ്. പ്രസ്താവനയ്ക്ക് എന്തിനിടെയാണ് കോൺഗ്രസിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഉള്ളത്. കാരണം എനിക്ക് BJP പോകും എന്നാണ്. ഞാനാണ് കേരളത്തിൽ അവിടെ കണ്ണൂരിൽ ഇതിന്റെ ശാഖകൾക്ക് RSSന്റെ ശാഖകൾക്ക് കാവൽ നിന്നത്.
CPM RSS ശാഖകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ ഞാനാണ് അതിന് കാവൽ നിൽക്കുന്നത് എന്നാണല്ലോ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു KPCC പ്രസിഡന്റ് കീഴിലുള്ള ഈ അസന്റെ പ്രസ്താവനകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച വിവരം പുറത്തു വരുമ്പോൾ ഉള്ളത്. ശരി, വളരെ നന്ദി ശ്രീ VPP മുസ്തഫ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.